നമസ്കാരം കൂട്ടുകാരെ, കോൾ മീ ബേയുടെ കഥ പറയുന്ന 4ാമത്തെ എപ്പിസോഡാണിത്. മുൻഭാഗങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. കൺഫഷൻ പ്രോഗ്രാമിൽ വന്ന നൈന ഖന്ന അടുത്ത ദിവസമായപ്പോഴേക്കും വൈറലായി കഴിഞ്ഞിരുന്നു. നൈന ഖന്നയെ ഫെമിനിസ്റ്റ് ഐക്കണായും മാറുന്ന ഇന്ത്യയിലെ പുതിയ ഫാമിലി രീതികളുടെ തുടക്കക്കാരിയായുമൊക്കെ വിശേഷിപ്പിക്കാനൊക്കെ ആളുകൾ ആരംഭിച്ചു. നെഗറ്റീവായി എന്ത് ഭവിക്കുമെന്ന് കരുതിയോ അതൊക്കെ പോസിറ്റീവായി മാറുന്നു. സോഷ്യൽ മീഡിയ മറ്റൊരു തരത്തിൽ പ്രതിഫലിക്കുന്നു. ഇതൊക്കെ കണ്ട് SS എന്ന് വിളിക്കപ്പെടുന്ന സത്യജിത്ത് ചിരിക്കുന്നുമുണ്ടായിരുന്നു. അന്ന് ഓഫീസിൽ നീലിരിക്കുമ്പോ നീലിനടുത്തേക്ക് കാപ്പിയുമായി ബേ എത്തി. പക്ഷെ ആ കാപ്പി നീലിന് ഇഷ്ടപ്പെട്ടില്ല. നാളെ മുതൽ കാപ്പി ഞാനെടുത്തോളാം, നിനക്കും ഞാൻ തന്നെ തന്നോളാം എന്നായിരുന്നു നീല് പറഞ്ഞത്. പിന്നാലെ 2 മണിക്കുള്ള ടെലികോം കമ്പനിയുടെ പ്രസ് കോൺഫറൻസിന്റെ കാര്യം നീൽ ബേയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ബേ തിരികെ തന്റെ ഡെസ്കിലെത്തുമ്പോ അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ബേ അത് നോക്കി. അയച്ചിരിക്കുന്നത് പ്രിൻസ് ആണ്. അത് കണ്ടതും ബേക്ക് കുറച്ച് അസ്വസ്ഥത തോന്നി. ബേ വന്നിരിക്കുന്നത് കണ്ടതും ടമാറ ബേക്കടുത്തേക്ക് വരികയാണ്. താമസ സ്ഥലത്തിന്റെ കാര്യം എന്തായി എന്ന് ടമാറ ചോദിച്ചു. ടമാറയോട് അതിന്റെ ഫോട്ടോസ് ഉണ്ടോ, കാണാൻ പറ്റുമോ എന്നായി ബേ. ടമാറ തന്റെ ഫോണിലെ ഒരു അപ്പാർട്ട്മെന്റ് ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. വളരെ ഭംഗിയുള്ള ഒരു 1 BHK അപ്പാർട്ട്മെന്റ്. അതോടെ ബേ അതിനൊക്കെ പറയുകയാണ്. വൈകിട്ട് തന്നെ ലോസ്റ്റലിൽ നിന്ന് സാധനവും എടുത്ത് ടമാറയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്താം എന്നും ബേ വ്യക്തമാക്കി. വൈകാതെ തോട്ട് ടെലികോം കമ്പനിയുടെ പ്രസ് കോൺഫറൻസിനായി നീലും ബേയും പുറപ്പെട്ടു ചെന്നു. ജാപ്പനീസ് ശൈലിയിൽ വളരെ ഭംഗിയായി അവിടെ ഒരുക്കപ്പെട്ടിരുന്നു. പ്രധാനപ്പെട്ട ലേഡി ജേർണലിസ്റ്റുകളെയൊക്കെ അങ്ങോട്ടേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. SS ആയിരുന്നു അവിടുത്തെയും ചർച്ചാ വിഷയം. SS-ന് മാത്രം എങ്ങനെ ഇങ്ങനെ ന്യൂസ് എടുക്കാൻ കഴിയുന്നു എന്ന തരത്തിൽ ഓരോരുത്തർ പറയുന്നത് നീലിനെ എത്ര സന്തോഷിപ്പിക്കുന്നില്ല. സോഷ്യൽ മീഡിയയെ നീൽ പഴി പറഞ്ഞ സമയത്ത് ബേ അതിനെ തിരുത്തി പറഞ്ഞു. ബേയെ സംബന്ധിച്ചിടത്തോളം ലൈഫ് തന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ. അവിടെ ഉണ്ടായിരുന്ന ചെറി ബ്ലോസം ചെടിയുടെ മുമ്പിൽ നിന്ന് അവൾ ഫോട്ടോ പകർത്തുകയും നീലിനെയും വിളിച്ച് കൂടെ നിർത്തി ഫോട്ടോ എടുക്കുകയും ജാപ്പനീസ് എംപറർ തങ്ങളുടെ ഫാമിലിയുടെ എത്ര വലിയ സുഹൃത്തുക്കളായിരുന്നു എന്ന കഥയൊക്കെ പറയാൻ തുടങ്ങുകയും ചെയ്തു. കൗതുകത്തോടെ നീൽ അതൊക്കെ കേട്ടു നിൽക്കുന്നുമുണ്ട്. പിന്നാലെ കോൺഫറൻസ് ആരംഭിച്ചു. തോട്ട് ടെലികോമിന്റെ CEO ആയ മുകുൾ സാവ്ളയുടെ മകൾ ഇസൂമിയായിരുന്നു കോൺഫറൻസ് ആരംഭിച്ചു വെച്ചത്. ഇസൂമിയുടെ പേരിൽ തന്നെ മുകുൾ സാവ്ള അന്നൊരു 5G സിം അവതരിപ്പിക്കുകയാണ്. പക്ഷേ അതിൽ മുകുൾ സാവ്ള പ്രത്യേകിച്ചൊരു കാര്യം കൂടി ചെയ്തിരുന്നു. എല്ലാ ലേഡീസിനും ആ 5G സിം സൗജന്യമായിരിക്കും. മറ്റ് കണക്ഷനിലുള്ളവർക്ക് ഫ്രീ ആയി തന്നെ ഇതിലേക്ക് പോർട്ടും ചെയ്തു വരാം. മാത്രമല്ല ഫ്രീ ഡാറ്റ സേവനങ്ങളും മറ്റും മുകുൾ സാവ്ള ഓഫർ ചെയ്യുന്നുമുണ്ട്. അന്നത്തെ ജേർണലിസ്റ്റുകൾക്കൊക്കെയും അദ്ദേഹം ഫ്രീ സിം കൊടുക്കുകയും ചെയ്തിരുന്നു. മുകുൾ സാവ്ളയുടെ ആ നീക്കം ഏവരെയും അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ബേ അതിനെപ്പറ്റി ചോദിച്ചപ്പോ നീല് പറഞ്ഞു, ഇതിനു പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുമുണ്ട്. മുകുൾ സാവ്ള അടുത്ത തന്നെ രാഷ്ട്രീയത്തിലിറങ്ങും എന്ന അഭ്യൂഹങ്ങളുണ്ട്. എനിക്ക് ചില ന്യൂസുകളും കിട്ടിയിരുന്നു എന്ന് നീല് ബേയോട് വ്യക്തമാക്കി. പിന്നാലെ ചോദ്യോത്തരവേള തുടങ്ങി. നീല് തന്നെ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. എല്ലാ സ്ത്രീകൾക്കും സിമ്മും കണക്ഷനും ഫ്രീ ആയി കൊടുക്കുമ്പോ നിങ്ങളുടെ ബിസിനസിന്റെ 48% അത്? അത്തരത്തിൽ അതിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? മുകുൾ സാവ്ള മറുപടി പറഞ്ഞു, ഞാനൊരു സോഷ്യൽ ഓണ്ടർപ്രണർ ആണ്. ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾക്ക് നല്ലതായതാണ് ഒരു നല്ല ബിസിനസ് എന്നാണ്. നിങ്ങൾ ഇപ്പോഴേ ഒരു പൊളിറ്റീഷ്യനെ പോലാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങും എന്ന റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതിലെന്തേലും കാര്യമുണ്ടോ? നീല് ചോദിച്ചെങ്കിലും ഒരു സമയം ഒരു ചോദ്യം നീൽ എന്ന് പറഞ്ഞ് മുകുൾ സാവ്ള അതിൽ നിന്നൊഴിഞ്ഞു മാറി. പിന്നാലെ രാജ്യത്തെ ലേഡീസിന്റെ പ്രശ്നവും മറ്റും അവതരിപ്പിച്ച മുകുൾ സാവ്ള അവരുടെ പക്കൽ ഒരു ഫ്രീ സിമ്മും ഡാറ്റയും എപ്പോഴും ഉണ്ടെങ്കിൽ അത് അവരെ എത്രമാത്രം സുരക്ഷിതരാക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും കയ്യിലെടുത്തു. പിന്നെ പറയണ്ടല്ലോ, വളരെ പെട്ടെന്ന് തന്നെ സംഗതി വൈറലാവാനും തുടങ്ങി. എല്ലാ ജേർണലിസ്റ്റുകളും ആ ഫ്രീ സിം യൂസ് ചെയ്തു. ബേയും ആ സിം എടുത്തിരുന്നു. അന്നത്തെ പ്രസ് മീറ്റിംഗിന് ശേഷം ബേയും കൂട്ടി നീൽ പോയത് ഒരു കടൽക്കരയിലേക്കായിരുന്നു. അവിടുത്തെ ഒരു വടാപാവ് കടയിലെത്തിയ നീൽ ഇരുവർക്കും വേണ്ടി വടാപാവ് ഓർഡർ ചെയ്തു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഇരിപ്പിടത്തിലിരുന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ഹൈജീനൊക്കെ നോക്കുന്ന ബേക്ക് അവിടം വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിലും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് ബേ അവിടെ ഇരുന്നു. ശേഷം നീലുമായി ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നീൽ വളരെയധികം പ്രിവിലേജ്ഡ് ആയ ഒരാളായിരുന്നുവെന്നും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി സാധാരണ ജീവിതം നീൽ ആഗ്രഹിച്ചിരുന്നു എന്നുമൊക്കെ ബേ മനസ്സിലാക്കുന്നത്. കൂട്ടത്തിൽ നീൽ ഒരു ഡിവോഴ്സിയാണ് എന്ന കാര്യവും ബേ തിരിച്ചറിയുന്നുണ്ട്. ബേക്ക് അതൊക്കെ അല്പം ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. വലിയൊരു ജേർണലിസ്റ്റ് ആയിട്ടും വളരെയധികം സാധാരണ ഫോണൊക്കെയായിരുന്നു നീൽ ഉപയോഗിച്ചിരുന്നത്. ബേയുടെ ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവും അവളുടെ സംസാര രീതിയും ഒക്കെ നീലിനെ വല്ലാതെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും നല്ല രീതിയിൽ വർദ്ധിച്ചു വന്നു. ആ സമയത്താണ് അനാമികയുടെ മെസ്സേജ് വീണ്ടും ബേക്ക് വന്നെത്തുന്നത്. നിങ്ങൾക്ക് ആ സ്റ്റോറി ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നായിരുന്നു ആ മെസ്സേജ്. നീലിനോട് തന്നെ ബേ ആ ചോദ്യം ചോദിച്ചു.
ചോദിച്ചു. TRPയിലേക്ക് അനോണിമസ് ആയി ആർക്കെങ്കിലും ഒരു സ്റ്റോറി അയക്കണമെങ്കിൽ അതെങ്ങനെ അയക്കാൻ പറ്റും? ഒരു ഫ്രണ്ടിന് വേണ്ടി ചോദിക്കുന്നതാ. നീലു പറഞ്ഞു. stories@trp.in എന്നൊരു മെയിൽ ID ഉണ്ട്, അതിലേക്ക് അയച്ചാൽ മതി. ഓരോ ദിവസവും അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് TRPയിൽ ഒരു സെക്ഷൻ ആളുകളുണ്ട്. അവർ അത് മോണിറ്റർ ചെയ്യും. ഇടയ്ക്കൊക്കെയാണെങ്കിലും അതിൽ നിന്ന് നല്ല സ്റ്റോറീസും കിട്ടാറുണ്ട്. അന്ന് രാത്രി തന്നെ നീലു പറഞ്ഞ മെയിൽ ID അടക്കം ബേ മെസ്സേജ് അയച്ചു കൊടുത്തു. പിന്നാലെ ബേ പുറപ്പെട്ട് ടമാറയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുകയാണ്. 7ാം നമ്പർ സിംഗിൾ BHK ഫ്ലാറ്റ്. അവിടെ എത്തിയപ്പോൾ തന്നെ ബേക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. വന്നപാടെ ടമാറ ബേയോട് ട്വൻസ് പണം കൊണ്ടുവന്നോ എന്ന് ചോദിച്ചിരുന്നു. പിന്നാലെ ബേയിൽ നിന്ന് ആദ്യമേ അത് ടമാറ വാങ്ങി. പിന്നെയാണ് ഫ്ലാറ്റ് തന്നെ ടമാറ ചുറ്റിക്കാണിക്കുന്നത്. ബേ വിചാരിച്ച പോലെ ഒരു ഫ്ലാറ്റേ ആയിരുന്നില്ല അത്. ടമാറ കാണിച്ച ഫോട്ടോയിലുള്ളത് പോലും ആയിരുന്നില്ല. 24 മണിക്കൂർ വെള്ളമുണ്ടാകും എന്ന് ടമാറ പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോഴാണ് ടമാറ പറയുന്നത് ആഴ്ചയിൽ 24 മണിക്കൂറേ വെള്ളമുണ്ടാവൂ എന്ന്. ബേക്ക് മൊത്തത്തിൽ നിരാശ തോന്നി. പക്ഷേ ബേയുടെ മുമ്പിൽ മറ്റു ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ബേ അവിടെ തങ്ങാൻ തീരുമാനിക്കുവാണ്. അന്ന് രാത്രി സംസാരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ മൊത്തം ക്ലീനായി അടക്കിപ്പെറുക്കി ജീവിക്കുന്ന തന്റെ ചിട്ടകളെപ്പറ്റി ടമാറ പറയുന്നുണ്ട്. എന്റെ ലൈഫിലും ഫോണിലും വരെ അത്തരത്തിലൊന്നുമില്ല എന്ന് ടമാറ പറഞ്ഞപ്പോ ബേ ചോദിച്ചു, ഫോണിൽ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോസ് പോലുമില്ല? ടമാറ പറഞ്ഞു, എന്റെ ലൈഫിൽ ബോയ് ഫ്രണ്ട്സിനൊന്നും സ്ഥാനവും സമയവും പോലുമില്ല. 30 വയസ്സാവുമ്പോഴേക്കും എനിക്ക് ടോപ്പ് ആങ്കർ ആകണം, 40 ആവുമ്പോഴേക്കും എഡിറ്ററും, 50 ആവുമ്പോഴേക്കും പുലിറ്റ്സർ പ്രൈസ് വരെ നേടണം. അവളുടെ ഒറ്റ ശ്വാസത്തിലുള്ള ആ പറച്ചിൽ കേട്ട് ബേ ഒരു ദീർഘനിശ്വാസം തന്നെ എടുത്തു. ഇത് കേട്ടിട്ട് എന്നെ ടയേർഡാകുന്നു എന്ന് പറഞ്ഞു. ടയേർഡാവുന്നത് എനിക്കുള്ള ഓപ്ഷനേ അല്ല എന്ന് പറഞ്ഞ് കിടക്കാൻ പോകുമ്പോ എന്നെ വിളിച്ചേക്കരുത് എന്ന് ബേയോടും പറഞ്ഞുകൊണ്ട് ടമാറ അവിടെ നിന്ന് പോന്നു. ബേ രാത്രി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോ വലൻസിയയിൽ വെച്ച് അഗ്ഗിക്കൊപ്പം അവൾ ആഘോഷിച്ച ആനിവേഴ്സറി ഓർമ്മകൾ അവളുടെ ഉള്ളിലേക്ക് വന്നു. അന്നൊരു ആനിവേഴ്സറി ദിവസം ടൊമാറ്റീന ഫെസ്റ്റിവലിന്റെ ഓർമ്മയിൽ തക്കാളിയറിനെ ആഘോഷിക്കുവാൻ ബേ തീരുമാനിച്ചിരുന്നു. അഗ്ഗിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം എന്നായിരുന്നു ബേ ചിന്തിച്ചത്. പക്ഷേ അഗ്ഗി എത്തിയപ്പോ എല്ലാവരും അഗ്ഗിയുടെ ദേഹത്തേക്ക് തക്കാളി വലിച്ചെറിഞ്ഞു. അഗ്ഗിക്ക് അത് പക്ഷേ അസ്വസ്ഥതയാവുകയായിരുന്നു ചെയ്തത്. അതിന്റെ പേരിൽ അന്ന് ബേയും അഗ്ഗിയും വഴക്കുണ്ടായി. ആനിവേഴ്സറി ആയിട്ട് എന്തിനാ വഴക്കടിക്കുന്നേ? നമ്മുടെ ലൈഫിൽ ഫണ്ണൊക്കെ വേണ്ടേ എന്ന് ബേ ചോദിച്ചപ്പോ, ഇതാണോ ഫൺ ബേ? കുട്ടിക്കളിയൊക്കെ നിർത്താറായി ബേ. ഞാൻ ആകെ ആഗ്രഹിച്ചത് ഇന്ന് ആനിവേഴ്സറി ആയിട്ട് ഒരു കൊയ്റ്റ് സ്ഥലത്ത് ഒന്നിച്ച് ഒരു ഡിന്നർ കഴിക്കാമെന്നായിരുന്നു. അഗ്ഗി പറഞ്ഞു, എല്ലാ ദിവസവും നമ്മൾ അതുപോലെ തന്നെയല്ലേ ഡിന്നർ കഴിക്കും, നീ നിന്റെ ഫോണിലും ഞാൻ എന്റെ ഫോണിലും. ലൈഫിൽ ഫണ്ണ് വേണ്ടേ അഗ്ഗി? ഫണ്ണും കുട്ടിക്കളിയും വ്യത്യാസമുണ്ട്. അഗ്ഗി എന്ന് ബേയോട് വലിയ രീതിയിൽ ദേഷ്യപ്പെട്ടു. നമ്മൾ ഒന്നിച്ചു കിടക്കുന്നതിനേക്കാൾ 2 മുറിയിലേക്ക് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. നിന്നെ എനിക്ക് ബോറടിച്ചു തുടങ്ങി എന്നുവരെ അഗ്ഗി എന്ന് പറഞ്ഞിരുന്നു. ബേയെ അന്നതേറെ വേദനിപ്പിച്ചു. തന്റെ ബാഗുകളോട് സംസാരിച്ചായിരുന്നു ബേ എന്ന് സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചത്. ബേക്കെന്ന് വല്ലാത്ത ഏകാന്തത തോന്നി. കിടക്കുന്നിടത്താണെങ്കിൽ വാർക്കലേക്കായി വെള്ളം മിറ്റു വീഴുന്നു. ബേ അതൊരു കപ്പിൽ പിടിച്ചിരിക്കുമ്പോ അവൾക്ക് സൈറയുടെ മെസ്സേജ് വന്നു. ഡേറ്റിനായി പോയിരുന്നവൾ ജിമ്മി വാഡിയ എന്ന വ്യക്തിയുടെ ഫ്ളാറ്റിലായിരുന്നു. അയാള് രാത്രി മുഴുവൻ കുക്കിംഗ് വീഡിയോസ് കാണുവാണെന്നും ബോറിംഗ് ആണെന്നും അവള് മെസ്സേജ് അയച്ചു. കൂട്ടത്തിൽ നിന്റെ ഫ്ളാറ്റ് എങ്ങനുണ്ടെന്നും ഇത് ക്യൂട്ടാണെന്നും നിന്നെ മിസ് ചെയ്യുന്നു എന്നുമായിരുന്നു ബേയുടെ മറുപടി. പിറ്റേന്ന് രാവിലെ ബേ ഉണർന്നപ്പോ വലിയൊരു ബോർഡുമായി ടമാറ വന്നു. വീട്ടിലെ ഡ്യൂട്ടികൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊരു ലിസ്റ്റായിരുന്നു അത്. വീട് മുഴുവൻ എപ്പോഴും ക്ലീൻ ആക്കിയിടണമെന്നും അവരവര് ചെയ്യേണ്ടത് അവരവര് തന്നെ ചെയ്യണം എന്നും ടമാറ വ്യക്തമാക്കി. അപ്പോഴാണ് ബേയുടെ കയ്യിലെ വെള്ളം നേരെ സെറ്റിയിൽ വീഴുന്നത്. ബേയോടത് ക്ലീൻ ചെയ്യാൻ ടമാറ പറഞ്ഞു. ടിഷ്യൂ എടുത്ത് ബേയുടെ കയ്യിൽ കൊടുത്തു. ബേക്ക് അതൊക്കെ പുതിയ അനുഭവമായിരുന്നു. #TudayILearnTIL കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ബേ പതിയെ തലോടുന്ന പോലെ വെള്ളം തുടയ്ക്കാൻ തുടങ്ങി. ടമാറയ്ക്കാണെങ്കിൽ അത് കണ്ട് ദേഷ്യം വന്നു. ഇന്നത്തേക്ക് ഞാൻ ചെയ്യാം, നാളെ തൊട്ട് വേഗം നീ ഇത് പഠിച്ചോണം എന്ന് പറഞ്ഞ് ടമാറ തന്നെ ടിഷ്യൂ വാങ്ങി നല്ല രീതിയിൽ അത് തുടച്ചു. ബേക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ബേ അതൊക്കെ പരിചയിക്കാൻ തുടങ്ങുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ ബേ അനോണിമസ് സ്റ്റോറീസ് മെയിൽ ചെക്ക് ചെയ്യുന്ന ടീമിനടുത്തെത്തി. അനാമിക എന്ന് പറയുന്ന ആരുടെയെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു അവിടെ നിന്ന് കിട്ടിയ മറുപടി. ഇതേസമയം ടമാറ അതുവഴി വരികയായിരുന്ന SS-നടുക്കൽ താൻ പുതിയൊരു സ്റ്റോറി റെഡിയാക്കി വെച്ചിരുന്നു, അത് റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. പക്ഷേ SS ടമാറയെയും ടമാറയുടെ സ്റ്റോറിയെയും പുച്ഛിച്ചു തള്ളി. ആ സമയമാണ് SS-ന്റെ കണ്ണിൽ ബേ പെടുന്നത്. ബേയെ കണ്ടതും തന്നെ കളിയാക്കിയ പെൺകുട്ടി ഇവിടെ എങ്ങനെ എന്ന് ബേ ചിന്തിച്ചിരുന്നു. പിന്നാലെ ടമാറയിൽ നിന്ന് ബേ പുതിയ ഇന്ത്യനാണ് എന്ന് SS മനസ്സിലാക്കി. ബേയുടെ മുമ്പിലേക്ക് ചെന്ന SS നീലാണ് ബേയെ അപ്പോയിന്റ് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞു. നീലായതുകൊണ്ട് തന്നെ SS-ന് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ബേയെ നിർത്തി കളിയാക്കാനും ഒന്ന് അപമാനിക്കാനും SS ശ്രമിച്ചു നോക്കി. ബേക്കുണ്ടോ എന്തെങ്കിലും കൂസൽ? ബേ അതേ നാണയത്തിൽ SS-നെ കളിയാക്കുകയും ഏവരുടെയും മുമ്പിൽ വെച്ച് ഒന്ന് കൊച്ചാക്കുകയും ചെയ്തു. ബേയുടെ ആ പെരുമാറ്റവും SS-ന് മുമ്പിലുള്ള ധൈര്യവും അവിടെയുള്ള മറ്റുള്ളവരെ ഏറെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അവർ അതിശയത്തോടെ ബേയുടെ മുമ്പിൽ ചെന്നു നിന്നു. കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു, SS-നെതിരെ ഇതുപോലെ തക്ലീഫ് അടിച്ച അയാളെ നിനക്ക് നല്ല പണി തരും. അയാളുടെ പ്രോംപ്റ്ററിലിരിക്കുമ്പോ നീ നന്നായി സൂക്ഷിച്ചു. ഞാനെന്തിനാ അയാളുടെ പ്രോംപ്റ്ററിലിരിക്കണം? ഞാൻ
നീലിന്റെ ഇന്ത്യയാണല്ലേ? അല്ല, നീ TRPയുടെ ഇന്ത്യയാണ്. അതുകൊണ്ട് പുതിയ ഇന്ത്യൻസ് ഒക്കെയും SS-ന്റെ പ്രോംപ്റ്ററിലും ഇരിക്കേണ്ടി വരും. പ്രോംപ്റ്റർ എന്ന് പറയുന്നത് ന്യൂസ് ആങ്കേഴ്സ് ന്യൂസ് വായിക്കുമ്പോൾ ട്രെയിനീസ് ഇരുന്ന് അത് സ്ക്രീനിലേക്ക് എഴുതി വിടുന്ന സെറ്റപ്പാണ്. അന്ന് പ്രോംപ്റ്ററിൽ ബേ ആയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നുള്ളത് ബേ ടൈപ്പ് ചെയ്തപ്പോ ഷീ എന്നത് റോമൻ ലെറ്ററിൽ 11 എന്ന് വായിച്ച് അത്തരത്തിൽ ബേ അടിച്ചുവിട്ടു. പ്രൈം ടൈം ന്യൂസിലുണ്ടായിരുന്ന SS പ്രോംപ്റ്റ് കണ്ട് ആദ്യം അതുപോലെ വായിച്ചെങ്കിലും പെട്ടെന്ന് മണ്ടത്തരം തിരിച്ചറിഞ്ഞ് ക്ഷമാപണം നടത്തി അത് തിരുത്തി. അതിന്റെ പേരിൽ SS-ന് വലിയ ദേഷ്യം തന്നെ വന്നിരുന്നു. ഷോ കഴിഞ്ഞതും പ്രോംപ്റ്ററിൽ ആരായിരുന്നു എന്ന് ചോദിച്ച് SS ട്രെയിനീസും എംപ്ലോയീസും ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. ബേയാണെന്നറിഞ്ഞതും രൂക്ഷമായി ബേയെ നോക്കി SS ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന സ്ഥലത്ത് വെച്ച് എന്ന് വല്ലാത്തൊരു ഭാവത്തിൽ അവളോട് പറഞ്ഞ് SS അവിടെ നിന്ന് പോയി. അപമാനിതയായ ബേക്ക് ദേഷ്യം തന്നെ വന്നിരുന്നു. ടോക്സിക് ആയിട്ടുള്ള നിങ്ങളുടെ ബോസിനെ എങ്ങനെ കൊല്ലാം എന്നവൾ ദേഷ്യത്തിൽ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തു പോലും നോക്കി. അന്നത്തെ ഇടവേള സമയത്ത് ഭക്ഷണം കഴിക്കാനായി ടമാറയും ബേയും ഒന്നിച്ചിരിക്കുമ്പോൾ ഹൗസ് എക്സ്പെൻസുകൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി ടമാറ സംസാരിക്കാൻ തുടങ്ങി. ബേയുടെ എക്സ്പെൻസുകളുടെ ലെവല് കേട്ടപ്പോ ടമാറയുടെ കിളി തന്നെ പാറി. അതോടെ ഒരു പേഴ്സെടുത്ത് അങ്ങനെ ഒന്നും വേണ്ട, ഓരോ മാസവും 15,000 രൂപ ഞാനും 15,000 രൂപ നീയും ഈ ബാഗിൽ വെക്കണം. ഇതിൽ നിന്നെടുത്ത് നമ്മൾ ചെലവാക്കും. തീരുമ്പോ നമ്മൾ അതിലേക്ക് പരസ്പരം സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യും. അപ്പോഴാണ് ബേ പറയുന്നത്, എന്റെ ഷാമ്പൂവിന് തന്നെ 15,000 രൂപ വിലയുണ്ട്. അത് കേട്ടതും ടമാറയുടെ കിളിവാറിയിരുന്നു. തൊട്ട് പിന്നാലെ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് ബേക്ക് വന്നതാണെന്ന് പറഞ്ഞ് ഒരു പെൻഡ്രൈവ് ബേയെ ഏൽപ്പിച്ചു. ഇത് ആരയച്ചു എന്ന ഭാവത്തിൽ ബേ അത് നോക്കുന്നുമുണ്ട്. അന്ന് ഹാർലിന്റെ ഒപ്പം വൈകിട്ട് SS മുമ്പോട്ട് ബേ ഇരിക്കുന്ന ഭാഗത്തൂടെ നടന്നു വരുമ്പോ ഹാർലിനോടായി പറഞ്ഞു, ഇവിടെ പലരും എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഇസഡ് സെക്യൂരിറ്റി സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാ തോന്നുന്നേ. നിനക്ക് വട്ടായോ SS എന്ന് ഹാർലിൻ ചോദിച്ചു. അത് കേട്ട് ബേ ഒന്ന് ഞെട്ടി. താൻ നെറ്റിൽ സെർച്ച് ചെയ്തത് അയാൾ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ബേക്ക് തോന്നിയത്. SS-ന് കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ടോ? ഞാൻ പാസ്വേഡ് മാറ്റണോ എന്ന് ടമാറയോട് ബേ ചോദിച്ചു. മാറ്റാനായിരുന്നു ടമാറ പറഞ്ഞത്. ബേയുടൻ മാറ്റുകയും ചെയ്തു. ഓഫീസിലെ ജിമ്മിലേക്കായിരുന്നു SS ചെന്നത്. SS എത്തുമ്പോ അവിടെ നീല് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. SS-ഉം നീലും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു. നീലതൊരിക്കലും അംഗീകരിക്കാറില്ലെങ്കിലും താനാണ് ഏറ്റവും ടോപ്പ് എന്ന അഹങ്കാരമുള്ള SS നീലിന് മുമ്പിൽ അത് ഷോ ഓഫ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. പക്ഷേ SS-ന് ചുട്ട മറുപടി കൊടുത്ത് SS-നെ നീല് ഒതുക്കാറും ശ്രമിക്കാറുണ്ട്. അന്നും ട്രെഡ്മില്ലിൽ ഓരോന്ന് സംസാരിച്ച് നീല് സ്പീഡ് കൂട്ടി ഓടിക്കൊണ്ടിരുന്നു. നീലിന് മുകളിൽ സ്പീഡ് കൂട്ടി ഓടുവാൻ SS നീല് കൂട്ടുന്നതിനൊപ്പം കൂട്ടിക്കൂട്ടി വന്നു. ഒടുവിൽ നീലിന്റെ സ്പീഡിൽ ഓടാൻ പറ്റാതെ SS തെറിച്ച് താഴെ വീണു. SS-ന് അത് അപമാനമായി തോന്നി. നീലിനെ ചിരി വന്നെങ്കിലും നീലത് അടക്കി പിടിച്ചു. രാത്രിയിലാണ് SS വീട്ടിലെത്തുന്നത്. വീട്ടിലും SS വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു. കൈകൊണ്ട് അച്ഛനെയും അമ്മയെയും ഫുഡ് കഴിക്കാൻ പോലും SS അനുവദിക്കാറില്ല. അപ്പോഴാണ് SS-നെ ഞെട്ടിച്ചുകൊണ്ട് കൊളംബിയയിൽ ജേർണലിസം പഠിക്കാനായി SS വിട്ടിരുന്ന സഹോദരി തിരികെ എത്തിയത് SS കാണുന്നത്. ഇത് അവധി സമയമല്ലല്ലോ, നീ എങ്ങനെ തിരികെ എത്തി എന്ന് SS ചോദിച്ചു. തനിക്കത് പഠിക്കേണ്ട ചേട്ടാ, എനിക്കൊരു HMU ആർട്ടിസ്റ്റ് എന്നായിരുന്നു സഹോദരി പറഞ്ഞത്. നീലിന് ദേഷ്യം വന്നു. 18 വയസ്സ് മുതൽ ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയതാ നമ്മുടെ കുടുംബത്തിന് വേണ്ടി. 60 ലക്ഷം രൂപയാ നിന്റെ ഈ പഠിത്തത്തിന് വേണ്ടി ഞാൻ ചെലവാക്കിയേ. എനിക്ക് കൊളംബിയയിൽ പോയി പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ നിന്നെ അവിടെ വിട്ടെ ചേട്ടാ. പക്ഷെ ഇതിനേക്കാളൊക്കെ വലുതാ എന്റെ സ്വപ്നം എന്നായിരുന്നു സഹോദരി വാദിച്ചത്. HMU ആർട്ടിസ്റ്റ് സംശയത്തോടെ SS തിരക്കി. ഹെയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുകൂടി സഹോദരി പറഞ്ഞതോടെ SS-ന് ദേഷ്യം വന്നു. പിന്നൊന്നും പറയാതെ SS തന്റെ മുറിയിലേക്ക് പോയി. അന്ന് രാത്രി അപ്പാർട്ട്മെന്റിലെത്തിയ ബേയും ടമാറയും കൂടി കിട്ടിയ പെൻഡ്രൈവ് TVയിൽ പ്ലേ ചെയ്യിച്ച് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. മുഖം മറച്ചൊരു സ്ത്രീയായിരുന്നു അനാമിക എന്ന പേരിൽ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. അവർ പറഞ്ഞു, ഹലോ ബേ, എനിക്കെന്റെ പേര് നിന്നോട് പറയാൻ പറ്റില്ല. തൽക്കാലം നിനക്കെന്നെ അനാമികയെന്ന് വിളിക്കാം. നിന്റെ ആ വൈറൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തത്. നീ ഇപ്പോ TRPയിലെ വർക്ക് ചെയ്യുന്നത് എന്നും എനിക്കറിയാം. നിന്റെ ആ വീഡിയോയിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. ഏതൊരു സത്യവും നീ വെളിച്ചത്ത് കൊണ്ടുവരും. നിനക്കാരെയും പേടിയില്ല എന്നും എനിക്ക് തോന്നി. നിന്റെ സീനിയേഴ്സിനെയൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ സത്യം പുറത്തു വരുന്നതിൽ നിന്ന് നീ പിന്മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കേട്ടപ്പോ ബേക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങി. അനാമികയായിരിക്കോ? ഒരു ഞെട്ടലോടെ ബേ ചോദിച്ചു. വീഡിയോ പോസ് ചെയ്ത് ടമാറ പോയി വാതിൽ തുറന്നു. പുറത്തെത്തിയിരുന്നത് സൈറയായിരുന്നു. ബാഗൊക്കെയായി അവിടെ താമസിക്കാം എന്ന മട്ടിലായിരുന്നു സൈറയുടെ വരവ്. സൈറ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. താൻ ബേയുടെ കൂട്ടുകാരിയാണ്. ബെറ്റിങ്ങില് കുറെ പണം നഷ്ടപ്പെട്ടുകൊണ്ട് ലോസ്റ്റലില് പണം അടയ്ക്കാൻ പറ്റിയില്ല. ഒരു കൊല്ലത്തേക്ക് അവിടെ നിന്നെ ബാൻ ചെയ്തു. പിന്നെ ഒരു കൊല്ലം ഡേറ്റിംഗ് ആപ്പ് വെച്ച് മാനേജ് ചെയ്യാനും പറ്റില്ലല്ലോ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവിടെ താമസിക്കാനുള്ള താല്പര്യം സൈറ പ്രകടിപ്പിച്ചപ്പോ ടമാറ ആദ്യം സമ്മതിച്ചില്ല. പക്ഷെ ഒക്കെയും ഷെയർ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന മട്ടിലൊക്കെ സൈറ പറഞ്ഞപ്പോ ടമാറ ഒരു മാസം ട്രൈ ചെയ്തു നോക്കാം, ഓക്കെ ആയില്ലേ പുറത്താക്കും എന്ന് പറഞ്ഞ് സമ്മതിച്ചു. ബേക്കും സൈറയ്ക്കും വലിയ സന്തോഷം തോന്നി. അവർ തിരികെ വന്നിരുന്ന് വീഡിയോ ബാക്കി പ്ലേ ചെയ്യിപ്പിച്ചു. അനാമിക വീണ്ടും പറഞ്ഞു, 12 കൊല്ലം മുമ്പ് ചെറിയൊരിടത്ത് നിന്ന് ടൗണിലേക്ക് വന്നതാണ് ഞാൻ. വളരെ കുറഞ്ഞ സമയം
സമയം കൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാനൊരു സ്ഥാനം ഉറപ്പിച്ചു. ഒരുപാട് ഹിറ്റ് ഫിലിംസ് ചെയ്തു. ലാസ്റ്റ് ഇയർ ഒരു ഫിലിം ഷൂട്ടിനു വേണ്ടി ഞാൻ ലണ്ടനിൽ പോയിരുന്നു. അപ്പോഴാണ് വീണ്ടും കോളിംഗ് ബെല്ല് മുഴങ്ങുന്നത്. അനാമികയായിരിക്കോ? ഒരു ഞെട്ടലോടെ ബേ വീണ്ടും ചോദിച്ചു. ബേ പോയി വാതിൽ തുറന്നു. മുമ്പിൽ വന്ന ആളെ കണ്ട് ബേ അലറി വിളിച്ചിരുന്നു. ബേയുടെ അലറൽ കേട്ട് സൈറയും ടമാറയും കൂടി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. പൂക്കളുമായി അവിടെ പ്രിൻസ് വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാരാ? ടമാറ പ്രിൻസിനെ മനസ്സിലാവാതെ ബേയോട് തിരക്കി. സൈറയായിരുന്നു പ്രിൻസ് ആരാണെന്ന് ടമാറയ്ക്ക് പറഞ്ഞുകൊടുത്തത്. അവിടുത്തെ ഒച്ചയും ബഹളവും കേട്ട് അയൽവക്കക്കാർ ഇറങ്ങി വന്നപ്പോ അവര് പ്രിൻസിനെയും കൂട്ടി ഫ്ളാറ്റിൽ കയറി വാതിലടച്ചു. ടമാറയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല, ടമാറ തീർത്തു പറഞ്ഞു. പ്രിൻസ് പറയാൻ തുടങ്ങി. അതിന് ഇവിടെ ആരാ താമസിക്കുന്നേ? ഇതിന്റെ ഓപ്പോസിറ്റുള്ള ജിമ്മ് എന്റെ ഫ്രണ്ടിന്റെയാ, ഞാൻ അവിടെ തങ്ങുന്നേ. പിന്നെ അവിടെ നിന്ന് എന്റെ ഓൺലൈൻ സെക്ഷന്റെ അറ്റൻഡ് ചെയ്യും. ഇവിടെ വന്ന് ബേയെ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ. ബേ പറഞ്ഞു. പ്രിൻസ്, നീ എന്തിനാ വന്നേ? നിനക്കറിയാവുന്നതല്ലേ, എന്റെ ഫാമിലി അറിഞ്ഞാ നിനക്ക് വലിയ പ്രശ്നമാവും. എനിക്ക് കുഴപ്പമില്ല, നിന്റെ കൂടെ ഫുട്പാത്തിലാണേലും ഞാൻ കിടക്കും. നീ പോയേ പിന്നെ രാത്രിയും പകലും ലൂപ്പില് സാഡ് സോങ്ങും കേട്ടിരിക്കുവാ ഞാൻ. എന്റെ 5 കിലോ മസിൽ വരെ പോയി. യു ആർ മൈ ഫേവറേറ്റ് വർക്കൗട്ട് ബേ. പ്രിൻസിന്റെ ആ പറച്ചിലും അവന്റെ ആത്മാർത്ഥതയും ഒക്കെ കണ്ട് ടമാറ അതിശയത്തോടെ പ്രിൻസിനെ നോക്കുന്നുണ്ട്. വിശന്നിട്ട് കണ്ണു കാണുന്നില്ല എന്നും പറഞ്ഞ് മുമ്പിലിരുന്ന ബൗളിലെ ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ട് പ്രിൻസ് അവിടെ ഇരുന്നു. അനാമികയുടെ വീഡിയോ ബേ വീണ്ടും പ്ലേ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ കൊല്ലം ഒരു ഷൂട്ടിനു വേണ്ടി ഞാൻ ലണ്ടനിൽ പോയിരുന്നു. അയാളും അതേ ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അയാൾ എന്റെ മുറിയിലേക്ക് ഫ്ലവേഴ്സും ഗിഫ്റ്റും ഒക്കെ അയച്ചു. പിന്നെ എനിക്ക് അയാൾ വൃത്തികേടായ മെസ്സേജൊക്കെ അയക്കാൻ തുടങ്ങി. അയാൾക്കൊപ്പം ഞാൻ കിടക്കണമെന്ന്. ഓബ്വിയസായും ഞാനത് പറ്റില്ലെന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും പറഞ്ഞു. അത് അയാളുടെ ഈഗോയെ ഹർട്ട് ചെയ്തു. അയാൾ വലിയ പവർഫുൾ ആണ്. മീഡിയയും ഗവൺമെന്റും ഒക്കെ അയാളുടെ വക്കലുണ്ട്. അയാൾക്കൊക്കെ അറിയാം ഞാൻ എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു, ആരെ മീറ്റ് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു. അതുകൊണ്ടാ പുതിയ സിം എടുത്ത് അതീന്ന് ബേക്ക് എനിക്ക് മെസ്സേജ് അയക്കേണ്ടി വന്നത്. എനിക്ക് പ്രഷർ തരാൻ അയാളുടെ പവർ ഉപയോഗിച്ച് അയാൾ എന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട് വരെ റെയ്ഡ് ചെയ്യിപ്പിച്ചു. പലതരത്തില് അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. എന്നെ അയാള് ഇന്ത്യയിലെ തന്നെ വലിയ സ്റ്റാർ ആക്കുന്ന പറയുന്ന വലിയ പ്രോജക്റ്റ് തരാന്ന്. പക്ഷേ അതിന് ഞാൻ അയാളുടെ കൂടെ കിടന്നു കൊടുക്കണം. പക്ഷേ എല്ലാത്തിലും ഉപരിയായി അയാള് മുകുൾ സാവ്ള, രാജ്യത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വരമായിട്ടാ ഏവരും നോക്കിക്കാണുന്നേ. ഫെമിനിസ്റ്റ് ഐക്കൺ, പെണ്ണുങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവൻ, ടെലികോം കമ്പനി ഓണർ എന്നൊക്കെയുള്ള മുകുൾ സാവ്ളയുടെ പേര് അത്തരമൊരു സംഭവത്തിൽ കേട്ടതും അത് കേട്ടുകൊണ്ടിരുന്ന അവരെല്ലാവരും ഒന്നടങ്കം ഞെട്ടിയിരുന്നു. എന്താവും ഇനി സംഭവിക്കുക? ബേയുടെ തുടർയാത്ര കാണുവാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.